ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ 9ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ പതിയെ പ്രവേശിക്കുന്നത്. ഒരു വ്യക്തിക്ക് എങ്ങനെ നരകം വരാതിരിക്കാം? ഇപ്പോൾ സ്വർഗവും നരകവും ഒക്കെ നമ്മളെ എപ്പോഴും ഒരുപാട് സന്തോഷിപ്പിക്കുന്നതും പേടിപ്പെടുത്തുന്നതുമാണ്. സ്വർഗമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷവും, നരകമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയവുമാണുള്ളത്. അപ്പം ഇവിടെ ഗുരു മുൻ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. എങ്ങനെ? അപ്പം നരകം, സ്വർഗം എന്നൊക്കെ പറയുന്നത് വെളിയിലുള്ള ഒന്നല്ല, അത് നമ്മുടെ അകത്ത് തന്നെ, ഈ മനസ്സിൽ തന്നെയുള്ള കാര്യമാണ്. അപ്പം എപ്രകാരം ഇരുന്നാൽ ഒരാൾക്ക് നരകത്തിൽ പോകാതിരിക്കാം എന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ ആത്മോപദേശ ശതകത്തിലെ കുറച്ച് പല വ്യാഖ്യാതാക്കളും യോഗ ദർശനത്തിൻ്റെ ഭാഗമായി വ്യാഖ്യാനിക്കുന്ന ഒരു ശ്ലോകം കൂടിയാണിത്. അതുകൊണ്ട് ഇവിടെ യോഗ ദർശനത്തിന് പ്രസക്തിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഗുരു അദ്വൈതിയാണ്. അദ്വൈതത്തിൻ്റെ തലത്തിൽ, ജ്ഞാനത്തിൻ്റെ തലത്തിൽ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ അവിടെ ഒരു ദ്വൈത ദർശനമായിട്ടുള്ള യോഗ ദർശനം എടുത്ത് പ്രയോഗിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ചില ആളുകൾ ഇതിനെ ആ രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഇരുപുറവും വരുമാറവസ്ഥയെ പൂത്തൊരു കൊടി വന്ന് പടർന്നുയർന്നുമേവും തരുവിനടിക്ക് തപസ്സു ചെയ്തു വാഴും നരനു വരാ നരകം നിനച്ചിടേണം. അപ്പം ഇവിടെ ഇരുപുറവും വരുമാറവസ്ഥ, ഇരുപുറത്തും ഇരുവശങ്ങളിലും എന്ന് പറയുമ്പോൾ ഇവിടെ പൊതുവെ യോഗ ദർശനത്തിലൊക്കെ പറയുന്ന കുണ്ടലിനി ശക്തിയെക്കുറിച്ചുള്ള ഒരു സൂചന ഉണ്ട് എന്നുള്ള രീതിയിലാണ് പലരും പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല നമ്മളത് മനസ്സിലാക്കേണ്ടത്. മുൻപിലത്തെ ശ്ലോകങ്ങളിലെല്ലാം എങ്ങനെയാണ് അറിവിൻ്റെ ആ ഉദാത്തമായ തലത്തിലേക്ക് ഒരാൾ എത്തിപ്പെടേണ്ടത്, അതിന് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഇവിടെ ഇരുപുറവും വരുമാറവസ്ഥയെ പോത്ത് ഒരു കൊടി വന്ന് പടർന്നുയർന്നുമേവും തരുവിനടിക്ക് തപസ് ചെയ്തു വാഴും നരന് വരാ നരകം നിനച്ചിടേണം. അപ്പോൾ തരുവിനടിക്ക് തപസ് ചെയ്ത് വാഴുന്ന നരൻ, തരു എന്ന് പറയുന്നത് ഇവിടെ ഒരു വൃക്ഷമല്ല, മറിച്ച് ഗുരുവാണ്. അതായത് ആത്മസാക്ഷാത്കാരം നേടിയ ഗുരുവാണ് ഇവിടുത്തെ തരു, ആ വലിയ വൃക്ഷം. പൊതുവേ നമ്മൾ പലപ്പോഴും ധ്യാനത്തിലൊക്കെ ഇരിക്കുന്നത് വലിയ വലിയ മരത്തിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ഏതെങ്കിലും ഒരു വലിയ മരത്തിൻ്റെ മൂട്ടിൽ പോയിരുന്ന് നമ്മൾ കണ്ണടച്ച് ധ്യാനിച്ചാൽ പിന്നെ ഒരിക്കലും നരകം വരില്ല എന്നൊരു ധാരണ ഉണ്ടാകാം. അങ്ങനെയല്ല. ഒരു ഗുരുവിൻ്റെ സവിധത്തിൽ മുൻപിലത്തെ ശ്ലോകത്തിലൊക്കെ ഗുരു സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഗുരു സേവ ചെയ്ത് എങ്ങനെയാണ് ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെടേണ്ടത്? അപ്പം ഇവിടെ ഇരുപുറവും വരുമാറവസ്ഥ, ഇവിടെ ബ്രഹ്മനിഷ്ഠയും ശ്രോത്രിയത്വവും. അപ്പോൾ ഇവിടെ ഒരു ശിഷ്യൻ്റെ തലമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ നരൻ എന്ന് പറയുന്നത് ശിഷ്യനാണ്. ശ്രോത്രിയത്വം ഒരു സത്യാന്വേഷിക്ക്, ഒരു ജിജ്ഞാസുവിന് അവന് വേണ്ടുന്ന ചില ഗുണങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ശ്രുതിയിൽ നിന്നാണ് ശ്രോത്രിയത്വം. അതായത് നമ്മൾ മഹർഷിമാർ ഈ ആത്മവിചാരം,
ആത്മതത്വം, ബ്രഹ്മവിദ്യ ഒക്കെ ശ്രുതിയിലൂടെയാണ് പകർന്നു പോയിട്ടുള്ളത്. ഗുരു ശിഷ്യന് ഉപദേശിക്കുന്നു, ആ ശിഷ്യൻ അത് സാക്ഷാത്കരിക്കണം. അപ്പോൾ ഇത് ഉപദേശിക്കുമ്പോൾ, ഇപ്പോൾ തത്വമസി എന്നുള്ള മഹാവാക്യം ശിഷ്യന് ഗുരു ഉപദേശിക്കുമ്പോൾ, അത് ഉപദേശിക്കുന്നതിന് മുൻപ് ശിഷ്യനുണ്ടായിരിക്കേണ്ട കുറച്ച് യോഗ്യതകളുണ്ട്. അപ്പോൾ ഈ യോഗ്യതകൾ നേടാത്ത ഒരാളിലേക്ക് ഈ ഉപദേശം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം നിത്യാനിത്യ വസ്തു വിവേകം, നിത്യമേത് അനിത്യമേത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അവബോധം ഈ ശിഷ്യനുണ്ടാകണം. മുൻ ശ്ലോകങ്ങളിലെല്ലാം ഗുരു വളരെ വ്യക്തമായിട്ട് അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തത, ആ യോഗ്യത നേടിയ ഒരു ശിഷ്യന് അതൊരു ഗുണമാണ്. ബ്രഹ്മനിഷ്ഠ എന്നുള്ളതും ഒരു ഗുണമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഉയർന്ന് വരണം. ഇരുപുറവും വരുമാറവസ്ഥയെ പൂത്ത് ഒരു കൊടി. അപ്പോൾ ഇതാണ് ഒരു പൂത്ത കൊടി എന്ന് പറയുന്നത്, വള്ളി. ഇതിന് ആ രീതിയിൽ മാനസികമായിട്ടുള്ള ഒരു ഉയർച്ച വരുമ്പോൾ മാത്രമാണ്, അങ്ങനെ സാധന ചെയ്ത് തപസ് ചെയ്ത് ഈ ഗുരുവിൻ്റെ സന്നിധിയിൽ വസിക്കുന്ന ഒരു നരൻ അല്ലെങ്കിൽ ഒരു ശിഷ്യന് ഒരിക്കലും നരകം വരില്ല എന്നാണ് പറയുന്നത്. അതായത് നരകമെന്ന് പറയുന്നത് ദുഃഖം ഉണ്ടാകില്ല. കാരണം അവൻ ശരിയായ വഴിയിലാണ് പോകുന്നത്. വഴി തെറ്റിപ്പോകാതിരിക്കാൻ ഗുരുവുണ്ട്. ആ ഗുരു സമയാസമയങ്ങളിൽ അവന് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ഗുരുവിൻ്റെ സവിധത്തിൽ വസിക്കുക, ആ ഗുരുവിനെ അനുസരിക്കുക, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുക, ഇതൊക്കെ ഒരു ശിഷ്യനുണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ്. ആത്മോപദേശ ശതകം നമ്മൾ പഠിക്കുമ്പോൾ, അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകണം. ആരെയും കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല, മറിച്ച് അവനവന് ഈ സംസാര ദുഃഖത്തിൽ നിന്ന്, ഈ സംസാര സാഗരത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതിനാണ് ഗുരു ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രക്ഷപ്പെടുന്നവന് പിന്നെ ഒരിക്കലും ആ നരകം വരില്ല എന്നുള്ള ഉറപ്പ് ഗുരു നൽകുകയാണ്. തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.